ആർത്രൈറ്റിസ് ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസാണ്. ആർത്രൈറ്റിസ് എന്നുള്ളത് ഒരു പൊതുവായിട്ട് സന്ധികൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിന് പറയുന്ന ഒരു വാക്കാണ്. അതെന്തുകൊണ്ടുണ്ടായി? പ്രൈമറി ആർത്രൈറ്റിസ്, സെക്കൻഡറി ആർത്രൈറ്റിസുകളായ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഇൽനെസ്സുകളിൽ നിന്ന് വരുന്ന ആർത്രൈറ്റിസുകളാണോ എന്നൊക്കെ ഒരു ഡയഗ്നോസിസ് കൃത്യമായിട്ട് കിട്ടേണ്ടത് ആർത്രൈറ്റിസ് ചികിത്സയിൽ വളരെ അത്യാവശ്യമാണ്. സോ ഇതിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, ഒരു റുമറ്റോളജിസ്റ്റിൻ്റെ സേവനം വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതുപോലെ എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് ചെയ്യുന്നതിന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം അത്യാവശ്യമാണ്. പിന്നെ ഇതൊരു ക്രോണിക് ഇൽനെസ്സാണ്. പലപ്പോഴും റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കുറേ നാളുകളായിട്ട് പേഷ്യൻറ്റിന് ഈ ഒരു വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ബിഹേവിയറൽ സൈഡ്, ഇവരുടെ ഒരു സൈക്കോളജിക്കൽ സൈഡൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് ഇതിനാവശ്യമാണ്. സോ ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ആർത്രൈറ്റിസ് ചികിത്സ എന്ന് പറയുന്നത് ടീം വർക്കാണ്. ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ എക്സർസൈസ് കപ്പാസിറ്റി, അവരുടെ രോഗതീവ്രത അല്ലെങ്കിൽ വേദനയുടെ അളവ്, കാഠിന്യം, ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് രോഗനിർണയം നടത്തുകയും പ്രോപ്പറായിട്ടുള്ളൊരു ഫിസിയോതെറാപ്പി അസസ്മെൻറ്റുകളിലൂടെ അതിന് ശേഷം മാത്രം ഒരു എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ എല്ലാ ആർത്രൈറ്റിസ് രോഗികളും അവരുടെ ഒരു എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് ഇതിൽ ആവശ്യം ആയിട്ട് വരാറുണ്ട്.